Hello my dears, today we are discussing exercise 15.1 17th question ആണ്. ഇനിയുള്ള questions എല്ലാം simple questions ആണ്. A lot of 20 bulbs contain 4 defective ones. അതായത് total number of bulb എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 20. Number of bulbs എന്ന് പറഞ്ഞാൽ 20 എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഡിഫക്റ്റീവ് വൺ, അതായത് കത്തില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ബൾബ്, ഡിഫക്റ്റീവ് ബൾബ് എത്ര എണ്ണാണുള്ളത്? യെസ്, അത് 4 നമ്പർ ആണ് അല്ലെ. അതായത് ഡിഫക്റ്റീവ് ബൾബ് ഉള്ളത് 4 ആണ്. ടോട്ടൽ ബൾബ് 20 ഉണ്ട്. അതിനകത്ത് 4 എണ്ണം ഡിഫക്റ്റീവ് ബൾബാണ്, അതായത് കേടായ ബൾബാണ്. 1 ബൾബ് ഈസ് ഡ്രോൺ. നമ്മൾ അതിനകത്ത് നിന്ന് ഈ 20 ബൾബിൽ നിന്ന് നമ്മളൊരു ബൾബ് എടുക്കുകയാണെങ്കിൽ what is the probability of this bulb is defective? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിപ്പോൾ എടുക്കുന്ന ആ ബൾബിന്റെ ഡിഫക്റ്റീവ് ബൾബ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് അല്ലെ. ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫക്റ്റീവ് ബൾബ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡിഫക്റ്റീവ് ബൾബ് കിട്ടാനായിട്ടുള്ള ചാൻസ് 4 ആണ്. കാരണം നമുക്ക് അതിനകത്ത് 4 ബൾബ് ഡിഫക്റ്റീവ് ആണ്, കേടായ ബൾബുകളാണ് 4 എണ്ണം. അപ്പൊ ഡിഫക്റ്റീവ് ബൾബ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/20 ആണ്. അത് സിംപ്ലസ്റ്റ് ഫോമിൽ എടുക്കുമ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പൊ ടോട്ടൽ 20 ബൾബ് ഉണ്ട്, ഡിഫക്റ്റീവ് ബൾബ് 4 ആണ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/20 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കി. ഇതിന്റെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സപ്പോസ് ദ ബൾബ് ഡ്രോൺ ഇൻ 1 ഈസ് നോട്ട് ഡിഫക്റ്റീവ്. അതായത് നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളൊരു ബൾബ് എടുത്തു. ആ ബൾബ് എടുത്തു കഴിഞ്ഞപ്പം അത് ഡിഫക്റ്റീവ് അല്ല, നല്ല ബൾബായിരുന്നു, നല്ല കത്തുന്ന ബൾബ് ആയിരുന്നു. ആൻഡ് ഈസ് നോട്ട് റീപ്ലേസ്ഡ്. Now 1 bulb is drawn at a random from the rest. അതായത് നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞു അല്ലെ. 20 ബൾബിൽ നിന്ന് നമ്മൾ ഒരു ബൾബ് എടുത്തു. എടുത്തപ്പം അത് നല്ല ബൾബായിരുന്നു, ഡിഫക്റ്റീവ് അല്ലായിരുന്നു അല്ലെ. നല്ലൊരു ബൾബായിരുന്നു എടുത്തതെങ്കിൽ ഇവിടെ വരുമ്പം ടോട്ടൽ ബൾബ് എത്രയാണ്? ആദ്യം നമ്മൾ 20 ഉണ്ടായിരുന്നു, 20യിൽ നിന്നൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് അവിടെ എത്ര ബൾബേ ഉള്ളൂ? ടോട്ടൽ 19 ബൾബ്സേ ഉള്ളൂ അല്ലെ. അപ്പം നമ്മളോട് അവർ പറഞ്ഞിട്ട് നമ്മൾ എടുത്തത് ഡിഫക്റ്റീവ് ബൾബ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയുണ്ട് നമുക്ക് അവിടെ? യെസ്, 4 തന്നെയുണ്ട് അല്ലെ. കാരണം നമ്മളിവിടെ നമ്മൾ എടുത്ത ബൾബ് ഡിഫക്റ്റീവ് ബൾബ് അല്ല അല്ലെ. ഡിഫക്റ്റീവ് ബൾബ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോഴും ഒരു 4 ഡിഫക്റ്റീവ് ബൾബ് ഉണ്ട്. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ് എന്ന് പറഞ്ഞാൽ 19 ഉള്ളൂ. What is the probability that this bulb is not defective? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിഫക്റ്റീവ് ബൾബ് അല്ലാത്ത, അതായത് നല്ല ബൾബിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. കത്തുന്ന നല്ല ബൾബിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡിഫക്റ്റീവ് ബൾബാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് ടോട്ടൽ 19 ആണുള്ളത്. 19ൽ 4 ബൾബ് ഡിഫക്റ്റീവ് ആണ് അല്ലെ. 4 എണ്ണം കേടായിരിക്കുന്ന ബൾബാണ് എങ്കിൽ കേടാവാത്ത ബൾബുകൾ എത്ര എണ്ണം ഉണ്ടാവും? യെസ്, 19 - 4 അല്ലെ. അതായത് ടോട്ടൽ 19 ബൾബ് ഉണ്ട്. 4 ബൾബ് കേടായി എങ്കിൽ ബാക്കി നല്ല ബൾബ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് 19 - 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 divided by total number of bulb 19. So the answer is 15/19. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുഴപ്പമില്ല, ഡിഫക്റ്റീവ് ബൾബിന്റെ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ 4/20 എടുത്തു. അപ്പൊ പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 19 ഉള്ളൂ. പിന്നെ ആ എടുത്ത ബൾബ് ഡിഫക്റ്റീവ് അല്ല, നല്ലൊരു ബൾബ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഡിഫക്റ്റീവ് ബൾബ് വീണ്ടും ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഈ 19 ബൾബിന്റെ കൂടെ 4 ഡിഫക്റ്റീവ് ഉണ്ട്. നമുക്ക് ഡിഫക്റ്റീവ് അല്ലാത്ത നല്ല ബൾബിന്റെ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. നല്ല ബൾബ് 4 അഴുക്കാണ്, കത്തില്ലാത്ത ബൾബാണ് എങ്കിൽ ടോട്ടൽ 19ല് 15 ബൾബ് നല്ല ബൾബാണ്. അതിന്റെ പ്രോബബിലിറ്റി 15/19 എന്ന് എടുക്കാം. Okay, then 18th question നോക്കിയേ. A box contain 90 disc. ഒരു ബോക്സിനകത്ത് 90 ഡിസ്ക് ആണുള്ളത്. Which are numbered from 1 to 90. ഓരോ ഡിസ്കിലും 1 തൊട്ട് 90 വരെ നമ്പേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിസ്കിൽ 1, 2, 3 അങ്ങനെ പറഞ്ഞ് 90 ഡിസ്ക് ആണ് നമുക്ക് ആ ബോക്സിനകത്ത് ഉള്ളത്. If one disc is drawn at random, നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. If one disc is drawn at random, find the probability of first question a 2-digit number. അതിനകത്ത് ഒരു 2-digit നമ്പർ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം ബോക്സിനകത്ത് 1 to 90 നമ്പേഴ്സ് ആണ് കിടക്കുന്നത് അല്ലെ. 1 to 90 നമ്പേഴ്സില് 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ് അല്ലെ. 1 തൊട്ട് 9 വരെ 1 ഡിജിറ്റേ ഉള്ളൂ. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിന് 1 ഡിജിറ്റേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചേക്കുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 ഡിജിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 90 നിന്നാണ്. 90 തൊട്ട് 90 ഇടയ്ക്കുള്ളതാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ 1ഉം 9ഉം 1 ഡിജിറ്റ് ആണ്, അത് നമുക്ക് എടുക്കണ്ട. ബാക്കിയുള്ളത് എല്ലാം 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ഡിസ്ക് അല്ലെ. നമ്മുടെ ഡിസ്കിനകത്തുള്ള ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 - 9. അതായത് ഈ 9 നമ്പേഴ്സ് 1 ഡിജിറ്റ് ആണ്, അത് നമുക്ക് വേണ്ട. നമുക്ക് 2 ഡിജിറ്റ് മാത്രം മതി. അപ്പൊ 90ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 81 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. 81 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 2 ഡിജിറ്റ് നമ്പർ. അതായത് 2 ഡിജിറ്റ് നമ്പറിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് കിട്ടി 2 ഡിജിറ്റ് നമ്പേഴ്സ് 81 ആണെന്ന് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 81 ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 90 ആണ്. സോ ദ ആൻസർ ഈസ് 81/90. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ 9/10 എന്ന് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 1 തൊട്ട് 90 ഇടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. ദെൻ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദെൻ 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദെൻ 81 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് 1ന്റെയും 90യുടെയും ഇടയിലുള്ളത് മതി അല്ലെ. അപ്പം ഇത്രയുമാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. 1 4 2ന്റെ സ്ക്വയർ 4 3യുടെ സ്ക്വയർ 9 4 16 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 7 സ്ക്വയർ 49 8 സ്ക്വയർ 64 9 സ്ക്വയർ 81. ഇത്രയാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എത്ര പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്. സോ 9/90 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ 1/10 എന്ന് കിട്ടും. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഈസ് 9/90. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ 1/10 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ നമ്പർ ഡിവിസിബിൾ ബൈ 5. അതായത് 5 കൊണ്ട്
ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, 5ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 അല്ലെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഈ 1നും 90ക്കും ഇടയിൽ ഏതൊക്കെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം അല്ലെ, 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, then 90. ഇവരെ എല്ലാം നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. പ്രോബബിലിറ്റി ഓഫ് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഡിവിസിബിൾ ബൈ 5. നോക്കിക്കേ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 നമ്പേഴ്സ് ആണ് നമുക്ക് 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് 18 ആണുള്ളത്. സോ 18 ബൈ 90 എന്ന് എഴുതാം. ഓക്കെ, ആ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് 1 ബൈ 5 എന്ന് എഴുതാം. കാരണം 18 into 5 90 ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ അപ്പൊ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, അതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. നമുക്ക് 1ന്റെയും 90യുടെയും ഇടയ്ക്കുള്ളത് മാത്രം മതി. അത് നമുക്ക് 9 ബൈ 90 കിട്ടി. പിന്നെ ഡിവിസിബിൾ ബൈ 5, നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അത് 5ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, then 19th question. A child has a die whose 6 faces show the letters given below. അതായത് ഒരു കുട്ടിയുടെ കയ്യിൽ ഡൈസ് ഉണ്ട്, അതിനകത്ത് നമ്പേഴ്സ് അല്ല ലെറ്റേഴ്സ് ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ 1 to 6 എഴുതിയേക്കുന്ന പോലെ അതിനകത്ത് ലെറ്റേഴ്സ് ആണ് കിടക്കുന്നത്. ആ ലെറ്റേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. A, B, C, D, E, A എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് അതിനകത്ത് കിടക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ. എ എന്ന് പറയുന്ന ലെറ്റർ വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഔട്ട്കം, നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എ ആണ്. എ എത്ര പ്രാവശ്യം ഉണ്ട്, എത്ര തവണ എ എഴുതിയിട്ടുണ്ട്? യെസ്, 2 times എഴുതിയിട്ടുണ്ട് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ആണ്. നമുക്ക് 6 ഫേസസ് ആണ് നമ്മുടെ ഡൈസിലുള്ളത്. അതിനകത്ത് എ എന്ന് പറയുന്ന ലെറ്റർ 2 times എഴുതിയിട്ടുണ്ട്. 2 വശങ്ങളിൽ എ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, നമ്മുടെ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിട്ട് വേണം എല്ലാത്തിനും ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അല്ലെ ഇക്വേഷൻസ്. അപ്പം ഇവിടെ ഫേവറബിൾ ആയിട്ട് നമുക്ക് വേണ്ടത് എ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അത് 2 times ആണുള്ളത്. 2 by ടോട്ടൽ നമുക്കറിയാം 6 ആണ്. 2 by 6 എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 by 3 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഈസ് 1 by 3. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡി കണ്ടുപിടിക്കണം അല്ലെ. ഗെറ്റിംഗ് ഡിയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നോക്കിയേ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡി എന്ന് പറയുന്ന ലെറ്റർ എത്ര ടൈംസ് ഉണ്ട് നിങ്ങൾ നോക്കിക്കേ. ഡി എന്ന് പറയുന്ന ലെറ്റർ എത്ര ടൈംസ് ഉണ്ട്? ഓൺലി 1 time അല്ലെ. ഒരിടത്ത് മാത്രമേ ഡി എന്ന് പറയുന്ന ലെറ്റർ എഴുതിയിട്ടുള്ളൂ. സോ ഫേവറബിൾ ഔട്ട്കം ഓഫ് ഡി ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 1. സോ ദ ആൻസർ ഈസ് 1 by 6. ഓക്കെ, ക്ലിയർ ആയല്ലോ. The next question നോക്കിയേ 20th question. Suppose you drop a die at random on the rectangular region. Find the probability that it will land inside the circle with a diameter 1. അതായത്
നമ്മളൊരു ഡൈസ് എറിയുകയാണ്. എറിയുമ്പം നമുക്ക് ഒരു റെക്ടാങ്കിളിലേക്കാണ് നമ്മൾ എറിയുന്നത്. അപ്പം അത് സർക്കിളിനുള്ളിൽ വീഴണം. അതാണ് നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത്. റെക്ടാങ്കിളിന്റെ അകത്താണ് സർക്കിൾ കിടക്കുന്നത് അല്ലെ. അപ്പം റെക്ടാങ്കിളിലല്ല നമ്മളുടെ ഉന്നം വെക്കുന്നത്, നമ്മൾ ഈ സർക്കിളിനുള്ളിൽ അത് ഡൈസ് വീഴ്ത്തുക. അതാണ് നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ ആണ്. അതേ ബൈ ആണ് നമുക്ക് ടോട്ടല് കിടക്കുന്നതാണ് റെക്ടാങ്കിൾ അല്ലെ. റെക്ടാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ കിടക്കുന്നു. അപ്പം ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സർക്കിളും ഉണ്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്ടാങ്കിൾ ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? കാരണം നമ്മളുടെ ഫേവറബിൾ ഔട്ട്കം നമുക്ക് ഇതിനകത്ത് റെക്ടാങ്കിളിന്റെ എവിടെയെങ്കിലും അല്ല, നമുക്ക് റെക്ടാങ്കിളിന്റെ അകത്തുള്ള സർക്കിളിൽ വേണം ഈ ഡൈസ് വീഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് സർക്കിൾ ആണ് നമ്മളുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. അതേ ഡിവൈഡഡ് ബൈ ആണ് നമ്മുടെ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഇത് മൊത്തം അതിനകത്ത് വന്നു അല്ലെ. അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ സർക്കിൾ ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്ടാങ്കിൾ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πr² ആണ്. റെക്ടാങ്കിളിന്റെ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് റേഡിയസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഡയമീറ്റർ 1 മീറ്റർ എന്ന് തന്നിരിക്കുന്നു അല്ലെ. ഡയമീറ്റർ 1 ആണെങ്കിൽ റേഡിയസ് നമുക്കറിയാം അതിന്റെ ഹാഫ് 1/2 ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് πr² പകരം π ഇൻറ്റു 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ 1/4 ആണ്. ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് 3 × 2 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4/6 ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ π/4 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പൊ അത് ഇൻറ്റു 1/6 വന്നു. ദാറ്റ് ഈസ് ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു π/24. So the probability that we land inside the circle, സർക്കിളിനുള്ളിൽ വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് π/24 ആണ്. ഓക്കെ, നമുക്ക് സർക്കിളിന്റെ അകത്ത് വീഴിക്കണം. അപ്പം സർക്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ? πr² ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാങ്കിളിന്റെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് π/24 എന്ന് കിട്ടുന്നു. ഓക്കെ, then 21st question. A lot consists of 144 ball pens of which are 20 are defective. അതായത് ടോട്ടൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പെൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോൾ പെൻ എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? യെസ്, 144 ആണ് അല്ലെ. നമുക്ക് 144 ബോൾ പെൻസ് ആണ് ഉള്ളത്. അതിനകത്ത് which are 20 are defective. അതിനകത്ത് ഡിഫക്റ്റീവ് പെൻ, അതായത് കൊള്ളൂല്ലാത്ത തെളിയില്ലാത്ത പെൻ എന്ന് പറയുന്നത് 20 ആണ്. 20 പെൻ ഡിഫക്റ്റീവ് ആണ്. ആൻഡ് അതേഴ്സ് ആർ ഗുഡ്. ബാക്കിയുള്ളതെല്ലാം നല്ലതാണ്. 144ല് 20 പെൻ ചീത്തയാണ്, കാരണം അത് നമുക്ക് തെളിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാം. ബാക്കിയുള്ളത് നല്ല പെന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഗുഡ് പെൻ, നല്ല തെളിയുന്നതും നല്ല ഭംഗിയുള്ളതും ഒക്കെ ആയിട്ടുള്ള പേനയായിരിക്കും, നല്ല പേനയായിരിക്കും അല്ലെ. അത് എത്രയായിരിക്കും? യെസ്, നമ്മൾ 144ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. 144 മൈനസ് 20, 144 മൈനസ് 20 124. ഇത്രയും പേനയാണ് ആകെപ്പാടെ നല്ലതുള്ളൂ അല്ലെ. ടോട്ടൽ ഇപ്പൊ നമ്മളൊക്കെയാണെങ്കിലും കുറെ പേനകൾ വാങ്ങിച്ചു കഴിയുമ്പം ചിലപ്പം പാക്കറ്റിനകത്ത് 2-3 എണ്ണം തെളിയില്ലാതെ വരും എന്ന് പറയുന്ന പോലെ ടോട്ടൽ 144 പെൻ ഉണ്ട്. അതിനകത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പം 20 പെൻ ഡിഫക്റ്റീവ് ആണ് അല്ലെ, അത് കൊള്ളൂല്ലാതെയായി. എങ്കിൽ നല്ല പേനകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ 144ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 124 കിട്ടും. ഇത്രയുമാണ് നമ്പർ ഓഫ് ഗുഡ് പെൻ നമുക്കുള്ളത്. ഓക്കെ, നോക്കിയേ,
The shopkeeper draws one pen at a random and gives it to her. Noori will buy a pen if it is good but will not buy if it is defective. Okay. The shopkeeper draws one pen at random and gives it to her. Find the probability of she will buy it. അതായത് നല്ലതാണെങ്കിൽ മാത്രമേ അവൾ വാങ്ങിക്കുന്നുള്ളൂ അല്ലെ. നല്ല പേനയാണ് അവൾ വാങ്ങിക്കുന്നത്, ചീത്തയാണെങ്കിൽ അവൾ വാങ്ങിക്കുന്നില്ല. നമ്മളോട് ചോദിച്ചേക്കുന്നത് she will buy it, അവൾ വാങ്ങിക്കുന്ന പേനകളുടെ പ്രോബബിലിറ്റി, അതായത് നല്ല പേനകളുടെ പ്രോബബിലിറ്റി ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവിടെ നല്ലതാണെങ്കിൽ മാത്രമാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഷീ വിൽ ബൈ ഇറ്റ്, അവൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള പേനകളുടെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ അവള് വാങ്ങിക്കുന്നത് നമ്പർ ഓഫ് ഗുഡ് പെൻ ആണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഗുഡ് പെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെൻ ആണ് അവൾ വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിക്കുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പെൻ. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഗുഡ് പെൻ നമുക്കറിയാം 124 ആണ്. 124 by 144 ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി കഴിയുമ്പോൾ നമുക്ക് 31 by 36 എന്ന് കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഷീ വിൽ ബൈ ഇറ്റ്, അവൾ വാങ്ങിക്കാൻ സാധ്യതയുള്ള പേനകളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 31 by 36 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പറഞ്ഞേക്കുന്നത് ഷീ വിൽ നോട്ട് ബൈ ഇറ്റ്, അവൾ വാങ്ങിക്കില്ല, വാങ്ങിക്കാതിരിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെ. അതായത് അവൾ പറഞ്ഞിട്ടുണ്ട് നല്ല പേനയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അല്ലെ. നല്ല പേനകളിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 124 ആണ് ഉള്ളത്. അപ്പം ഷീ വിൽ നോട്ട് ബൈ ഇറ്റ്, അവൾ വാങ്ങിക്കാൻ സാധ്യത ഇല്ലാത്ത പേനകൾ അല്ലെ. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് ആള് വാങ്ങിക്കില്ല. നമ്മളാണെങ്കിലും കടയിൽ ചെന്ന് വരച്ച് നോക്കുമ്പോൾ തെളിയില്ലെങ്കിൽ ആ പേന എടുക്കില്ല എന്ന് പറയുന്ന പോലെ ഡിഫക്റ്റീവ് പെന്നിന്റെ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 20 by 144 ആണ്. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 by 36 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമുക്ക് നല്ല പേനകൾ 144 ആണ്, ഡിഫക്റ്റീവ് പെൻ 20 ആണ്. എങ്കിൽ നല്ല പേനകളുടെ എണ്ണം എന്ന് പറയുന്നത് 124 ആണ്. ഷീ വിൽ ബൈ ഇറ്റ്, നല്ല പേനകളാണെങ്കിൽ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 124 by 144 വന്നു. ഷീ വിൽ നോട്ട് ബൈ ഇറ്റ്, അവൾ വാങ്ങിക്കാൻ സാധ്യത ഇല്ലാത്തത് 20 by 144 ആണ്. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കുമ്പോൾ നമുക്ക് 5 by 36 എന്ന് കിട്ടുന്നു. ഓക്കെ, 22 ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. 2 dice are one blue and one grey are thrown at the same time. അതായത് നമ്മൾ ഒരേ ടൈമിൽ തന്നെ 2 ഡൈസ് ത്രോ ചെയ്യുന്നു. കാരണം നമുക്കറിയാം ഡൈസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനകത്ത് 1 to 6 നമ്പേഴ്സ് ആണ്, മറ്റേതിലും 1 to 6 നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരേ ടൈമിലാണ് ത്രോ ചെയ്യുന്നത്. അപ്പം ഒരേ ടൈമിൽ ത്രോ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ്, നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ചിലപ്പോൾ ഞാൻ ആദ്യം രണ്ടും കൂടെ ഒരുമിച്ച് ത്രോ ചെയ്യുമ്പം എനിക്ക് 2 ഡൈസിലും 1 കിട്ടും. ഒരു ഡൈസിൽ 1 വീഴും, മറ്റേതിലും 1 വീഴുവാണെങ്കിൽ എന്റെ സാമ്പിൾ സ്പേസ് 1 ആണ് അല്ലെ. അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ ത്രോ ചെയ്തപ്പം എനിക്ക് ഫസ്റ്റ് ഡൈസിൽ 1ഉം സെക്കൻഡ് ഡൈസിൽ എനിക്ക് 2 ആയിരിക്കും കിട്ടുക. അപ്പൊ എന്റെ സാമ്പിൾ സ്പേസ് 1 2 ആണ്. ഞാൻ തേർഡ് ടൈമില് ഡൈസ് ത്രോ ചെയ്തപ്പം ഫസ്റ്റ് ഡൈസിൽ എനിക്ക് 1 കിട്ടി, സെക്കൻഡ് ഡൈസിൽ ചിലപ്പോൾ എനിക്ക് 3 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം ഇതാണ് എന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. 1 1 1 2 1 3 1 4 1 5 1 6. ഓക്കെ, ഇനി അടുത്ത ടൈമിൽ ഞാൻ വീണ്ടും ത്രോ ചെയ്യുമ്പം ചിലപ്പം എനിക്ക് കിട്ടുന്നത് ആദ്യത്തെ ഡൈസിൽ 2ഉം രണ്ടാമത്തേതിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 2 ആയിരിക്കും, 2 3 2 4 2 5 2 6 ഇങ്ങനെ കിട്ടും. ദെൻ ചിലപ്പോൾ ഞാൻ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം 3 ആയിരിക്കും ഫസ്റ്റ് ഡൈസിൽ കിട്ടുന്നത്, സെക്കൻഡ് ഡൈസിൽ 1 ആവാം അല്ലെ. അപ്പൊ 3 1 3 2 3 3 അങ്ങനെ എനിക്ക് കിട്ടാം. അങ്ങനെ നമ്മൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ രണ്ടും ത്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് രണ്ടും 6 ആകാം. അപ്പൊ അതാണ് 6 6 എന്ന് ഞാൻ എഴുതിയേക്കുന്നത് അല്ലെ. ചിലപ്പോൾ ഞാൻ രണ്ടും ഡൈസും കൂടെ ത്രോ ചെയ്യുമ്പോൾ 5 4 കിട്ടും. ഒരെണ്ണത്തിൽ 5ഉം ഒരെണ്ണത്തിൽ 4 വരാം. അതാണ് എന്റെ 5 4 എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കംസ് ആണ് ഞാൻ ഈ ടേബിളിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണ് എഴുതിയെന്നുള്ളത്. രണ്ടും ഒരേ ടൈമിൽ നമ്മൾ ത്രോ ചെയ്ത്, നിങ്ങൾക്ക് വീട്ടില് ഡൈസ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം.
നിങ്ങൾ രണ്ടെണ്ണം ഒരേ ടൈമിൽ ത്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താണെന്നൊന്ന് റെക്കോർഡിക്കലി എഴുതി വെച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇവന്റ് എന്ന് പറഞ്ഞാൽ സം ഓൺ 2 ഡൈസ്, അതായത് 2 ഡൈസ് ത്രോ ചെയ്യുമ്പം അതിന്റെ സം 2 വരുന്ന പ്രോബബിലിറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. സം 2 വരാനായിട്ടുള്ള ചാൻസ്, പിന്നെ സം 3 വരാനുള്ള ചാൻസ്, സം 4 വരാനുള്ള ചാൻസ്. ഓക്കെ, സം 2 വരാനുള്ള ചാൻസ് 1 വീണെങ്കിൽ മാത്രമേ ഇതിന്റെ രണ്ടിന്റെയും സം എന്ത് കിട്ടുകയുള്ളൂ, 2 വരുവുള്ളൂ. 1 + 1 2 കിട്ടുകയുള്ളൂ അല്ലെ. വേറെ ഏത് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാലും നമുക്ക് 2 കിട്ടില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തേത് 1 വീണ് 1 ഒറ്റ ഒരു പ്രോബബിലിറ്റി നമുക്കുള്ളൂ അല്ലെ. സം 2 കിട്ടാനായിട്ട് ഒരു കേസ് മാത്രമേ ഉള്ളൂ. 1 വീണെങ്കിൽ മാത്രമേ അതിന്റെ സം എന്ന് പറഞ്ഞാൽ 2 കിട്ടുകയുള്ളൂ. അതാണ് നമ്മൾ എഴുതിയേക്കുന്ന 1/36 എന്ന് എഴുതിയേക്കുന്നത്. ടോട്ടൽ ആണ് നമ്മൾ 36. ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ 36 ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ബൈ 36 വന്നിരിക്കുന്നത് ടോട്ടൽ ഔട്ട്കംസ്. അതായത് നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പം ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ 36 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതേ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 2 ഡൈസ് ഒരേ ടൈമിൽ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പം സം 2 കിട്ടാനായിട്ടുള്ള ഒരേ ഒരു പ്രോബബിലിറ്റി ഉള്ളൂ. ഈ 1 വന്നെങ്കിൽ മാത്രമേ നമുക്ക് സം 2 കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മളത് 1/36 എന്ന് എഴുതി. ഇനി സം 3 കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഏതൊക്കെ ഏതൊക്കെ നമ്പേഴ്സ് വരുമ്പോഴാണ് സം 3 കിട്ടുന്നത് നോക്കിയേ. 1ഉം 2ഉം കടന്നു കഴിഞ്ഞാൽ 3 കിട്ടും അല്ലെ. 1 + 2 3 ആണ്. ഇനി നോക്കി 2ഉം 1ഉം കിടന്നാലും 2 + 1 3 കിട്ടും അല്ലെ. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് 3 സം കിട്ടുമോ നോക്കിക്കേ, ഇല്ല. അപ്പൊ 3 സം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡൈയുടെ മുകളിൽ 2ഉം സെക്കൻഡ് ഡൈയുടെ മുകളിൽ 1ഉം സെക്കൻഡ് ഡൈയിൽ 2 ആണെങ്കിൽ നമുക്ക് അതിന്റെ സം 3 കിട്ടും. ഇനി ഫസ്റ്റ് ഡൈസിന്റെ മുകളിൽ 2ഉം സെക്കൻഡ് ഡൈസിന്റെ മുകളിൽ 1ഉം ആണ് വീഴുന്നതെങ്കിൽ നമുക്ക് 3 കിട്ടും. അപ്പൊ 3 വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആണ്. 1 2ഉം 2 ആണ്. രണ്ടെണ്ണം കൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി വരുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എഴുതാം 2/36 എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് 1/18 എന്ന് കിട്ടും. ഓക്കെ, 2/36 ആണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ 1/18. ഇനി സം 2ഉം 4 കിട്ടുന്ന ചാൻസുകൾ എവിടെയൊക്കെയാണ്? സം എത്ര എണ്ണത്തിനാണ് 4 കിട്ടുക നോക്കിയേ. 1 + 3 ഇത് 4 ആണ് വരുന്നത്. 2 + 2 ഇത് 4 ആണ് വരുന്നത്. 3 + 1 ഇതും 4 ആണ് വരുന്നത് അല്ലെ. ഇത് നോക്കി ഇവര് 3 പേരെയും നമ്മൾ നോക്കുമ്പം ഇവരുടെ 3 പേരുടെയും സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് കിട്ടുന്നത് അല്ലെ. 1 + 3 4, 2 + 2 4, 3 + 1 4. വേറെ ഒന്നും നമുക്ക് 4 കിട്ടുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 2 3 3/36 ആണ്. 3/36 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/12 എന്ന് കിട്ടുന്നു. 1/12 ക്ലിയർ ആയല്ലോ. ഇനി 5 എന്ന് പറയുന്ന സം കിട്ടാനായിട്ടുള്ള ചാൻസ് 5 കിട്ടാനായിട്ട് നോക്കിയേ. 1 4 1 + 4 5 ആണ്. 2 + 3 5 ആണ്. 3 + 2 5 ആണ്. 4 + 1ഉം 5 ആണ്. അപ്പം ഇവരാണ് നമ്മൾക്ക് സം 5 കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉള്ളവർ അല്ലെ. ഇത്രയും പേരാണ് സം 5 കിട്ടുന്ന പ്രോബബിലിറ്റി. എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 ആണ് അല്ലെ. അപ്പൊ നമുക്കത് 4/36 എന്ന് എഴുതാം. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ മാറ്റുമ്പം 1/9 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്തത് 6th നമുക്ക് അവർ തന്നിട്ടില്ല. നമ്പർ 6 വരാനുള്ള ചാൻസ് 1 + 5 2 + 4 3 + 3 4 + 2 5 + 1 1 2 3 4 5 ആണുള്ളത്. ദാറ്റ് ഈസ് 5/36 എന്ന് എഴുതാം. 5/36 നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 5/36 തന്നെയാണ്. ഓക്കെ, ഇനി 7 വരാനായിട്ടുള്ള ചാൻസ് നോക്കിയേ. ഇത് 7 ആണ്. 7 2 ഇത് 7 ആണ്. 3 4 5 6. അപ്പൊ നമുക്കത് 6/36
36 എന്ന് എഴുതാം. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ 1/6 എന്ന് എഴുതാം. ഓക്കെ, ഇനി 8 കിട്ടാനായിട്ടുള്ള ചാൻസ് നോക്കിക്കേ. 8 കിട്ടാനായിട്ട് നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 + 6 അല്ലെ 8 ആണ്. 1 3 + 5 8 ആണ്. 2 4 + 4 8 ആണ്. 3 4 5. അപ്പൊ അവിടെ നമുക്ക് 5/36 നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് അവിടെ തന്നിട്ടുണ്ട് 5/36. ഇനി 9 കിട്ടാനുള്ള ചാൻസ് 3 + 6 9 ആണ് അല്ലെ. 4 + 5 9 ആണ്. 5 + 4 9 ആണ്. 6 + 3 9 ആണ്. ഇത്രയും പേരാണ് സമ്മ് 9 കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. 1 2 3 4 അതായത് 4/36 എന്ന് എഴുതാം. അത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/9 എന്ന് കിട്ടും. ഓക്കെ, ഇനി 10 കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി നോക്കിയേ. 4 + 6 5 + 5 6 + 4 3 ആണ്. ദാറ്റ് ഈസ് 3/36 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 എന്ന് കിട്ടുന്നു. ഓക്കെ, 1/12 എന്ന് കിട്ടി. ഇനി സം 11 കിട്ടാനായിട്ടുള്ളത് 5 + 6 6 + 5 ഇവ രണ്ടുപേരേ ഉള്ളൂ. അപ്പൊ നമുക്കതിനെ 2/36 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/18. ലാസ്റ്റത്തെ നമുക്ക് തന്നിട്ടുണ്ട് 12 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഒരെണ്ണേ ഉള്ളൂ അല്ലെ. 6 + 6 മാത്രമേ നമുക്ക് 12 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉള്ളൂ. സോ ദാറ്റ് ഈസ് 1/36. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 2 ഡൈസ് ഒരേ സമയം ത്രോ ചെയ്തു. നമുക്ക് അതിന്റെ സമ്മ് എത്ര കിട്ടണം? സമ്മ് 2 കിട്ടണം, 3 കിട്ടണം, 4 കിട്ടണം. അങ്ങനെ അതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇതാണ് നമ്മുടെ 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, then 23 question number 23. A game consists of tossing a 1 rupee coin 3 times and noting its outcome each time. അതായത് നമ്മൾ ഒരു കോയിൻ തന്നെ 3 ടൈംസ് നമ്മൾ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ടോസ് ചെയ്യുമ്പം കിട്ടുന്ന ഔട്ട്കം നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് ഹെഡ് വീണു. രണ്ടാമത് ടോസ് ചെയ്തപ്പം ഹെഡ് വീണു. മൂന്നാമത് ടോസ് ചെയ്തപ്പോഴും ഹെഡ് വീണു. അപ്പൊ എന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡ് 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 ആണ്. ഓക്കെ, അങ്ങനെ 3 പ്രാവശ്യം ടോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഔട്ട്കം എഴുതുന്നത്. ഓക്കെ, അപ്പം 3 ടൈംസ് നമ്മൾ 1 rupee കോയിൻ ടോസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഔട്ട്കം നമ്മൾ എഴുതുന്നു. Hanif wins if all the tosses give the same result. That is 3 head or 3 tail. അതായത് ഹാനിഫ് ഇങ്ങനെ ടോസ് ചെയ്തു. അപ്പൊ അവൻ വിൻ ചെയ്യണമെങ്കിൽ അവന് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കണം. അതായത് 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പം ഒന്നുകിൽ ഹെഡ് വീഴണം, അല്ലെങ്കിൽ 3 പ്രാവശ്യവും ടോസ് ചെയ്യുമ്പം ടെയില് വീണെങ്കിൽ മാത്രമേ അവൻ വിൻ ചെയ്യുന്നുള്ളൂ. വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഹെഡ്, അതായത് ആദ്യവും രണ്ടാമത് ചെയ്തപ്പോഴും മൂന്നാമത് ചെയ്തപ്പോഴും ഹെഡ് വീഴണം, അല്ലെങ്കിൽ ആദ്യം ടെയില് വീണു, രണ്ടാമത്തെ പ്രാവശ്യം ടെയില് വീണു, മൂന്നാമത്തെ പ്രാവശ്യം ടെയില് വീണെങ്കിൽ മാത്രമേ അവൻ വിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ലോസസ് അതർവൈസ്, അതായത് ഇങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവനതിൽ തോറ്റു എന്നാണ് അർത്ഥം. അവൻ വിൻ ചെയ്തിട്ടില്ലെന്നാണ് അർത്ഥം. ഇങ്ങനെ വീണെങ്കിൽ മാത്രമേ അവൻ വിൻ ചെയ്യുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ലോസ് ദ ഗെയിം. അവന് നഷ്ടപ്പെട്ട ഗെയിമിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അവന് വിജയിക്കണമെങ്കിൽ അവന് കിട്ടേണ്ടത് ഇങ്ങനെയായിരിക്കണം: 3 ഹെഡ് 3 ടെയിൽ എന്ന് പറഞ്ഞ് ഒരു 3 പ്രാവശ്യവും അവൻ ത്രോ ചെയ്യുമ്പം ഒന്നുകിൽ 3 ഹെഡ് കിട്ടണം, അല്ലെങ്കിൽ 3 പ്രാവശ്യവും ത്രോ ചെയ്യുമ്പോൾ 3 ടെയിൽ വീണെങ്കിൽ മാത്രമേ അവൻ വിൻ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പം അവൻ വിൻ ചെയ്യാത്ത ലോസ് ദ ഗെയിം ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാം, എങ്ങനെയൊക്കെയാണ് അത് വന്ന് ടോസ് ചെയ്യുമ്പം വീഴുക എന്നുള്ളത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ്ലി വി ഹാവ് ടു റൈറ്റ് ദ സാമ്പിൾ സ്പേസ്. അതായത് 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ടോസ് ചെയ്തപ്പം എനിക്ക് ഹെഡ് കിട്ടി. ഹെഡ് രണ്ടാമത് ടോസ് ചെയ്തപ്പോഴും ഹെഡ് കിട്ടി, മൂന്നാമത് ടോസ് ചെയ്തപ്പോഴും ഹെഡ് കിട്ടിയെങ്കിൽ എന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ HH ആണ് അല്ലെ, 3 ഹെഡ്. പിന്നെ ആദ്യം 2 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ എനിക്ക് ഹെഡ് കിട്ടും, പിന്നെ എനിക്ക് ടെയിലാണ് കിട്ടുന്നതെങ്കിൽ എന്റെ സാമ്പിൾ സ്പേസ് HHT ആണ്. ഓക്കെ, ആദ്യം എനിക്ക് ഹെഡ് കിട്ടി, പിന്നെ ടെയിൽ കിട്ടി, പിന്നെ ഹെഡ് കിട്ടി. അപ്പൊ എന്റേത് HTH ആണ് വരുന്നത്. ഓക്കെ,
പിന്നെ ആദ്യ പ്രാവശ്യം ഞാൻ ഹെഡ് വീണു, പിന്നെ എനിക്ക് 2 പ്രാവശ്യവും ടെയിലാണ് വീണത്. അപ്പൊ ഞാനത് HTT എന്ന് എഴുതി. ഓക്കെ, പിന്നെ ഞാൻ ടോസ് ചെയ്തപ്പോൾ ആദ്യം എനിക്ക് ടെയിൽ കിട്ടി, പിന്നെ 2 പ്രാവശ്യം എനിക്ക് ഹെഡ് വന്നു. സോ വി ഹാവ് ടു റൈറ്റ് THH. ഓക്കെ, ഇനി ഞാൻ ആദ്യം ടെയിൽ കിട്ടി, പിന്നെ ഹെഡ് കിട്ടി, പിന്നെ ടെയിൽ കിട്ടി. അപ്പൊ എന്റേത് THT എന്ന് എഴുതി. ഓക്കെ, പിന്നെ നോക്കിയേ, പിന്നെ ഞാൻ ആദ്യം 2 പ്രാവശ്യം ടോസ് ചെയ്തപ്പം എനിക്ക് ടെയിൽ തന്നെ വീണു, പിന്നെ എനിക്ക് ഹെഡ് ആണ് വീണത്. അപ്പൊ ഞാനത് TTH എന്ന് കിട്ടി. പിന്നെ ഞാൻ ടോസ് ചെയ്തപ്പോൾ എനിക്ക് 3 പ്രാവശ്യവും ടെയിൽ തന്നെ വീണു. സോ ഐ ഹാവ് ടു റൈറ്റ് ദാറ്റ് ടെയിൽ ടെയിൽ ടെയിൽ. ഇതാണ് നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടാൻ ചാൻസ്. ഇത്രയും സാമ്പിൾ സ്പേസ് ആണ് നമുക്ക് 3 കോയിൻസ് ടോസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്കം എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് ഇത്. ഓക്കെ, ഇതിനകത്ത് വിൻ ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് 3 ഹെഡ് 3 ടെയിൽ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് വിൻ ചെയ്തതായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലെ. ബാക്കിയുള്ളതൊന്നും വിൻ ആയിട്ടില്ല. അപ്പം വിൻ ആയിട്ടുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ടോട്ടൽ ആണ് വരുന്നത് വിൻ ചെയ്യുന്നത് അല്ലെ. നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി വിൽ ലോസ് ദ ഗെയിം. എത്ര പ്രാവശ്യമാണ് അവൻ ഗെയിമില് തോറ്റുപോയത്, എത്ര പ്രാവശ്യം അവന് ലോസ് ആയി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 ആണ് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് അല്ലെ. ഇനി അതിനകത്ത് വിൻ ചെയ്യാനായിട്ടുള്ളത് 2 ആണ് അല്ലെ. അപ്പം വിൻ ചെയ്യാനായിട്ടുള്ളത് 2 ഉള്ളൂ. കാരണം 2 പ്രാവശ്യം നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. 3 ഹെഡും 3 ടെയിലും വേണമെങ്കിൽ മാത്രമേ വിൻ ചെയ്യുന്നുള്ളൂ അല്ലെ. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് he will lose the game, അവൻ ഗെയിം ലോസ് ആകാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ടോട്ടൽ 8 ആണുള്ളത്, വിൻ ചെയ്യുന്നത് 2 ഉള്ളൂ. അപ്പം ലോസ് ആകുന്നത് 8 - 2/8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/8. സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് അവൻ എത്ര പ്രാവശ്യം അവന്റെ ഗെയിം അവൻ ലോസ് ആയി എന്നാണ് ചോദിച്ചേക്കുന്നത്. വിന്നിംഗ് പ്രോബിലിറ്റി ഓൺലി 2. വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി 2 ഉള്ളൂ. വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 2/8 എന്ന് എഴുതാം. ലോസ് ആകാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് ടോട്ടൽ 8 ആണുള്ളത്. 8 ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6/8 എന്ന് കിട്ടുന്നു. സോ ദ പ്രോബിലിറ്റി ഓഫ് ഹി വിൽ ലോസ് ദ ഗെയിം ഈക്വൽ ടു 3/4 എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, then next question number 24. A die is thrown twice. നമ്മൾ ഇതിനു മുമ്പ് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ. 1 റെഡ് കളർ 1 ഗ്രേ കളർ ഡൈസ്, 2 ഡൈസ് ത്രോ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. അതേ സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ. 2 ഡൈസ് ഒരേ ടൈമിൽ ത്രോ ചെയ്യുകയാണ്. What is the probability of 5 will not come up either time? അതായത് 5 എന്ന് പറയുന്ന ആ നമ്പർ വരാതിരിക്കാനായിട്ടുള്ള പ്രോബിലിറ്റി, 5 ഇല്ലാത്ത പ്രോബിലിറ്റി ആണ് വേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5 will come up at least 1. 5 ഒരു പ്രാവശ്യമെങ്കിലും വരുന്ന പ്രോബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ മുമ്പേ ചെയ്തതാണ്. 1 1 1 2 അങ്ങനെ പറഞ്ഞ് നമുക്ക് 36 ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 36 നമുക്ക് കിട്ടും. ഓക്കെ, 36 ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 5 വരുന്ന പ്രോബബിലിറ്റി, 5 വരുന്നത് അല്ലെ. ഇതിനകത്ത് സാമ്പിൾ സ്പേസിൽ 5 വരുന്നത് 1 5 ൽ 5 ഉണ്ട്, 2 5 3 5 4 5 5 5 6 5 5 ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നോക്കിയേ 5 1 5 2 5 3 5 4 5 6 ഇതിനകത്തെല്ലാം 5 ഉള്ളതാണ്. അപ്പൊ 5 ഉള്ള ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് 11 ടൈംസ് ആണ് 5 വരുന്നത്. ഓക്കെ, 5 വരുന്ന ഔട്ട്കം 5 will come either time is 11 ടൈംസ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 5 will not come up either time ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ സാമ്പിൾ സ്പേസ് 36 ആണ്. അതിനകത്ത് 11 ടൈംസ് 5 വരുന്നുണ്ട് അല്ലെ. 5 വരുന്നതാണ് 11 ടൈംസ്. എങ്കിൽ 5 will not come, 5 വരാത്തത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 5 will not come. അതായത് നമുക്ക് ടോട്ടൽ സാമ്പിൾ സ്പേസ് 36, 11 ടൈംസ് നമുക്ക് 5 വരുന്നതാണ്. 5 വരാത്ത കണ്ടുപിടിക്കാൻ നമ്മൾ 36 - 11 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് 5 വന്നിരിക്കുന്ന 5 will come either time is 11 ടൈംസ്.
5 will not come is 25 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 will not come up either time. അതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് 5 will not come. 5 will not come up either time. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ പ്രോബബിലിറ്റി നമുക്കറിയാം. 5 വരാത്തത് 25 ആണ്. 25/36. അതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. ഓക്കെ, സെക്കൻഡ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 will come അല്ലെ. 5 വന്നിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് 5 will come. പ്രോബബിലിറ്റി ഓഫ് 5 will come. 5 വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 5 വരാനുള്ള പ്രോബബിലിറ്റി 11 ആണ്. 11/36. that is 5 will not come. okay, 5 വരാതിരിക്കുന്നത് എൻ്റെ പ്രോബബിലിറ്റി 25/36. 25 ഇതിനകത്തും നമുക്ക് 5 ഇല്ല. 5 ഉള്ളതാണ് 11 ടൈംസ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ 24th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദിസ് ലെസൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15.1 അതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, which of the following are correct and which are incorrect? അതായത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതാണ് റോങ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കേ. if two coins are tossed simultaneously, 3 possible outcomes. അതായത് നമ്മൾ രണ്ട് കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ ഒരേ ടൈമിൽ നമ്മൾ രണ്ട് കോയിൻസ് ടോസ് ചെയ്താൽ നമുക്ക് രണ്ടും ഹെഡ് വീഴാം, അല്ലെങ്കിൽ രണ്ടും ടെയില് വീഴാം, അല്ലെങ്കിൽ ഒരെണ്ണം ഹെഡ് ഒരെണ്ണം ടെയിലാകാം, അല്ലെങ്കിൽ ഒരെണ്ണം ടെയില് മറ്റേത് ഹെഡ് ആകാം അല്ലെ. അങ്ങനെ നമുക്ക് ഔട്ട്കംസ് വരുന്നത് 2 ഹെഡ് 2 ടെയില് ഓർ ഹെഡ് ടെയിൽ ടെയിൽ ഹെഡ്. അതായിരിക്കും നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ ആ ഔട്ട്കംസ് ഒന്ന് എഴുതാം. 2 കോയിൻസ് ഒരേപോലെ ടോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം 2 ഹെഡ് വീഴാം, അല്ലെങ്കിൽ 2 ടെയില് വീഴാം, അല്ലെങ്കിൽ 1 ഹെഡും ടെയിലും വീഴാം, അല്ലെങ്കിൽ 1 ടെയിലും ഹെഡും വീഴാം അല്ലെ. ഇതായിരിക്കും നമ്മൾ 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. നമ്മളുടെ ഇവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് therefore each of these outcomes the probability is 1/3. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് 1/3 ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അടുത്ത്. നമുക്ക് നോക്കാം ഇത് 1/3 തന്നെയാണോ വരുന്നത്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് 2 ഹെഡ് വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണ്? യെസ്, 1/4 ആണ്. കാരണം ടോട്ടൽ ഔട്ട്കം നമുക്ക് 4 ആണ് അല്ലെ. അപ്പൊ 1/4 വരുന്നു. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 ടെയിൽ രണ്ടും ടെയിൽ വീഴാനുള്ള പ്രോബബിലിറ്റിയും എന്ത് തന്നെയാണ്? 1/4 ആണ് വരുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് 1 ഓഫ് ഈച്ച് ഏതെങ്കിലും ഒരെണ്ണം വീഴാനായിട്ടുള്ള പ്രോബബിലിറ്റി അത് എത്ര എണ്ണം ഉണ്ട്? 1, 2 that is equal to 2/4 that is equal to 1/2. ഇത്രയുമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ. പക്ഷെങ്കിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് for each of these outcomes the probability is 1/3. അവർ പറഞ്ഞിരിക്കുന്ന ആൻസർ നമ്മളുടെ പ്രോബബിലിറ്റി 1/3 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് കിട്ടുമ്പം നമുക്കറിയാം ടോട്ടൽ പോസിബിൾ ഔട്ട്കം തന്നെ നമുക്ക് 4 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ഡിനോമിനേറ്ററിൽ 4 വരുള്ളൂ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല അല്ലെ. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല അല്ലെ. അവർ 1/4 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പ്രോബബിലിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1/3 ആണ് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം 1/4 തന്നെയാണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് എ ഡൈ ഈസ് ത്രോൺ 2 possible outcomes an odd number or an even number. അതായത് നമ്മൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനും ഈവൻ നമ്പർ കിട്ടാനും ഉള്ള ഔട്ട്കം ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ ഔട്ട്കം നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ 1 കിട്ടാം,
2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഇതാണ് നമ്മളൊരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഔട്ട്കംസ് അല്ലെ. ഇവിടെ നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാല് 6 ആണ്. ഓക്കെ, ഇനി നമ്മളോട് വെച്ചിരിക്കുന്ന ഓഡ് നമ്പറും ഈവൻ നമ്പറും അല്ലെ. അപ്പം ഓഡ് നമ്പർ ഓഫ് ഈവൻ നമ്പർ നമുക്ക് ആദ്യം എഴുതാം. ഈവൻ നമ്പർ കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെ. ഇതിനകത്ത് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2, 4, 6 ആണ് അല്ലെ. ഇനി ഓഡ് നമ്പർ കിട്ടാനായി ഓഡ് നമ്പർ ഏതൊക്കെയാണ് വരുന്നത്? 1, 3, 5 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും പറയണ്ട. അവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ 1/2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കാം. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 3 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 6 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. therefore it is correct statement. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ആദ്യത്തേത് തെറ്റാണ് അല്ലെ. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഓഡ് നമ്പറിന്റെ പ്രോബബിലിറ്റി 1/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കിവിടെ ഫേവറബിൾ ഔട്ട്കം ഓഡ് നമ്പറിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 3 ആണ്. 1ഉം 3ഉം 5ഉം 3 നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ 3/6 എന്ന് എഴുതി. that is equal to 1/2 ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് കാർഡിന്റെ പ്രോബ്ലം ചോദിക്കും, ഇതുപോലെ കോയിൻ ത്രോ ചെയ്യുന്നത് ചോദിക്കും, ഡൈസ് ത്രോ ചെയ്യുന്നത് ചോദിക്കാം. ഏത് രീതിയിൽ വേണം നമുക്ക് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്, അത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത. നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും വെച്ച് പ്രോബ്ലം ചെയ്തിരുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കും. അത് നമ്മളുടെ പ്രത്യേകത, അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ, അറ്റ്ലീസ്റ്റ് എന്താണ് അറ്റ്മോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അതും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.